Meet the editors. നഷ്ടം സർക്കാർ സഹിക്കണോ എന്നാണ് ചോദ്യം. സ്മാർട്ട് സിറ്റി ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, അതാണ് യഥാർത്ഥത്തിൽ ഈ സ്മാർട്ട് സിറ്റി നടപ്പിലാക്കുന്ന ഏജൻസി. അതിൽ 88% ഭൂമിയുടെ അവകാശമുള്ള നമ്മുടെ ദുബായിലെ ഹോൾഡിങ്ങിൻ്റെ ടീകോം ഉണ്ട്. കേരള സർക്കാർ അതിൽ പങ്കാളിയാണ്, 16%. ഈ പദ്ധതിയിൽ നിന്ന് ഇപ്പോൾ ടീകോം ഏറെക്കുറെ പിന്മാറുന്ന അവസ്ഥയിലാണ്. പക്ഷേ ഇപ്പോഴും നമുക്ക് വ്യക്തമാകാതെ കിടക്കുന്നത് ടീകോം ഒരു കത്ത് കൊടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. അതാണൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ടീകോം ആ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷേ പദ്ധതിയിൽ നിന്ന് എന്തായാലും സംസ്ഥാന സർക്കാർ പിൻവാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിശ്ചയിച്ച 2007 ഫ്രെയിംവർക്ക് എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും 13 വർഷമായിട്ടും ഈ സർക്കാർ ടീകോം നടപ്പാക്കിയിട്ടില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കണോ എന്നുള്ളതാണ് ചോദ്യം. നഷ്ടം സർക്കാർ സഹിക്കണം. നഷ്ടം സർക്കാർ സഹിക്കേണ്ട എന്ന് മാത്രമല്ല, അവരിൽ നിന്ന് പൈസ ഇങ്ങോട്ട് വാങ്ങിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ കാര്യം ഞാൻ പറയാം. ഒരു എഗ്രിമെൻറ്റിൽ അടിസ്ഥാനപരമായിട്ട് 3-4 കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ടല്ലോ. ഒന്നാമത്തെ എഗ്രിമെൻ്റ് എന്താണ്? അത് 10 വർഷം കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കും എന്നുള്ളതാണ്. 10 വർഷം കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിച്ചിട്ടില്ല. 13 വർഷമായി ഈ എഗ്രിമെൻറ്റ് ഒപ്പിട്ടിട്ട്. അപ്പോൾ ഒന്നാമത്തെ എഗ്രിമെൻറ്റ് തന്നെ, ആ കരാർ തന്നെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ കരാർ എന്താണ്? 88 ലക്ഷം ചതുരശ്ര അടി കെട്ടിടമുണ്ടാക്കും എന്നാണ്. അപ്പം നമുക്കറിയാലോ, നമ്മുടെ മുമ്പിൽ കണക്കുണ്ടല്ലോ, 7 ലക്ഷം ചതുരശ്ര അടിയിലെ കെട്ടിട ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് 10-1 പോലും ഫുൾഫിൽ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ വ്യവസ്ഥയും ലംഘിക്കപ്പെട്ടു. ഇനി മൂന്നാമത്തെ വ്യവസ്ഥ എന്താ? 90,000 പേർക്ക് ജോലി കൊടുക്കുന്നതാണ്. എത്ര പേർക്കാണ് ജോലി കൊടുത്തിരിക്കുന്നത് അറിയാവോ? 8,000 പേർക്കാണ് ജോലി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ വ്യവസ്ഥയും ലംഘിക്കപ്പെട്ടു. അപ്പോൾ 13 വർഷമായിട്ടൊരു പുരോഗതിയും ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല. ഞാനൊരു കാര്യം പറയാം. 246 ഏക്കർ ഭൂമിയാണ് ഈ പ്രോജക്റ്റിന് വേണ്ടി സർക്കാർ കണ്ടെത്തി കൊടുത്തത്. സർക്കാരിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭൂമി, KSEBിയുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമി, പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഭൂമി, ഇത്രയുമാണ് സർക്കാർ സമാഹരിച്ച് ഇവർക്ക് അങ്ങോട്ട് കൊടുത്തത്. ഇതിന് സർക്കാർ ചിലവാക്കിയത് എത്ര രൂപയാണെന്നറിയോ? 145 കോടി രൂപയാണ് ഈ പ്രൈവറ്റ് സ്വകാര്യ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഈ ഭൂമി വാങ്ങുന്നതിന് വേണ്ടി സർക്കാർ അങ്ങോട്ട് ചിലവാക്കിയത് 145 കോടി രൂപയാണ്. എന്നാൽ ഈ കമ്പനി സർക്കാരിന് 1 ടൈം ലീസായിട്ട് കൊടുത്തിരിക്കുന്നത് 104 കോടി രൂപയാണ്. 104 കോടി രൂപയിൽ 35 കോടി രൂപ വീണ്ടും അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഈ 16% ഷെയർ ഇങ്ങോട്ട് വാങ്ങിച്ചിരിക്കുന്നത് സർക്കാർ. ചുരുക്കത്തിൽ ടീകോമിന് ഇവിടെ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്നറിയോ? 70 കോടി രൂപ. കഴിഞ്ഞ 13 വർഷത്തിനിടയിൽ 2016 ആദ്യത്തെ ഓഫീസ് കമ്മീഷൻ ചെയ്യുന്നത്. ഇപ്പോൾ 8 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ 8 വർഷത്തിനിടയിൽ അവർ ചുരുങ്ങിയതൊരു 300 കോടി രൂപയുടെ റവന്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് പണം മുഴുവൻ കിട്ടിയിട്ടുള്ളത് ഈ പരിപാടിയിൽ ടീകോമിന് തന്നെയാണ്, നഷ്ടം വന്നിട്ടുള്ളത് സർക്കാരിനുമാണ്. ഇപ്പോൾ 2005 മുതൽ നമ്മൾ കേൾക്കുന്നതാണല്ലോ ഈ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന വാക്ക്. യഥാർത്ഥത്തിൽ അത് ഇനിഷ്യേറ്റ് ചെയ്തത് UDF ഗവൺമെൻറ്റും കുഞ്ഞാലിക്കുട്ടി IT മന്ത്രിയായിരിക്കുന്ന സമയത്തുമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അതന്ന് നടക്കാതെ പോയത്? അതിനെ അന്ന് ശക്തമായി പ്രതിപക്ഷമായിരുന്നു ഇടതുപക്ഷം എതിർത്തിരുന്നു. എന്തുകൊണ്ടാണ് എതിർത്തത്? സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ പല വ്യവസ്ഥകളും ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു കരാറാണിതെന്നും ഇതൊരു 1 സൈഡഡ് കരാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷം എതിർത്തത്. അത് കറക്റ്റുമായിരുന്നു. അതിനുശേഷം വന്ന VS അച്യുതാനന്ദൻ ഗവൺമെൻറ് ആണെന്നേ വളരെ ശക്തമായ വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് ഈ കരാറുമായി മുന്നോട്ട് പോകുന്നത്. നോക്കൂ, നമുക്ക് IT രംഗം വികസിച്ചേ പറ്റുള്ളൂ. അതിനായിട്ട് ലോകത്തുള്ള വലിയ വലിയ സംരംഭകർ ഇങ്ങോട്ട് വന്നേ പറ്റുള്ളൂ. അപ്പോൾ അവരോട് ചില വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ITയുടെ വികസനത്തിന് വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളം ഉണ്ടായതിനു ശേഷം നമ്മൾ വിഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ വികസന പദ്ധതികളൊന്നായിരുന്നു ഈ പറയുന്ന സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത്. കാരണം നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇനി ലോക IT ഭൂപടത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ അടയാളപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള വമ്പൻ പ്രോജക്റ്റാണ് ഈ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞത്. അതാണ് ഈ 13 വർഷമായിട്ട് ലാഗ് ചെയ്തത്. ഇനി ഇതിനകത്തൊരു ക്ലോസ് ഉണ്ട്. അത് വളരെ കൃത്യമായിട്ട് LDF ഗവൺമെൻറ് കാലത്ത് കൊണ്ട് വെച്ചിരുന്ന ക്ലോസ് ആണ്. എന്താണ്? 7222C എന്ന് പറയുന്ന ക്ലോസ് ഉണ്ട്. ആ ക്ലോസ് പ്രകാരം നിങ്ങൾ എപ്പോഴും ഇതിൻ്റെ പുരോഗതിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. എത്രത്തോളം ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ടിരിക്കണം. എവിടെയെങ്കിലും വീഴ്ച വന്നാൽ നിങ്ങൾ ആ കമ്പനിക്ക് നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് കൊടുത്തു കഴിഞ്ഞിട്ട് കമ്പനി ആ വീഴ്ച പരിഹരിച്ചില്ലെങ്കിൽ സർക്കാരിന് ഈ ഓഹരി ഏറ്റെടുക്കാം. ഇതാണ് ആ ക്ലോസ്. വളരെ ശക്തമായ ക്ലോസ് ആണ്. നോക്കൂ, 13 വർഷമായിട്ട് ഇതിനകത്തൊരു വളരെ പ്രശ്നാത്മക പ്രശ്നം നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ 84% ഓഹരി ടീകോമിനാണ്. ടീകോമിനാണ് ഇതിനകത്ത് 16% സർക്കാരിൻ്റെ കയ്യിലുമുണ്ട്. പക്ഷേ സർക്കാർ ഇവിടെ എന്താണെന്നറിയോ? സർക്കാരിൻ്റെ റോൾ എന്ന് പറയുന്നത് മോണിറ്ററിംഗ് ഏജൻസിയാണ് സർക്കാർ. മുഖ്യമന്ത്രിയാണ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുരോഗതി കൃത്യമായി സമയാസമയം വിലയിരുത്തേണ്ടിയിരുന്നു. അത് സമയബന്ധിതമായി പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടിയിരുന്നു. അങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നില്ല എന്നതിൻ്റെ തെളിവാണല്ലോ 13 വർഷമായിട്ടും 10-1 പോലും കെട്ടിടം ഉണ്ടാക്കിയില്ല. നിങ്ങൾക്കറിയാം, 246 ഏക്കർ ഭൂമിക്കകത്ത് 35 ഏക്കർ ഭൂമിയിലാണ് ഇപ്പോൾ കെട്ടിടം ഉണ്ടായിരിക്കുന്നത്. ബാക്കി ഏതാണ്ട് 200 ഏക്കർ ഭൂമി അവിടെ വെറുതെ കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ 246 ഏക്കർ ഭൂമി അക്വയർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ടായിരുന്നില്ല എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. കാരണം 88 ലക്ഷം ചതുരശ്ര അടിയുടെ കെട്ടിടം ഉണ്ടാക്കാൻ പോകുന്നത്. അത്രേ അവിടെ ഉണ്ടാക്കുന്നുള്ളൂ. അതൊരു 140-150 ഏക്കർ ഭൂമി മതിയാകും.
അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വലിയ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഈ കാര്യത്തിൽ ഒരു പുരോഗതിയും സംഭവിക്കാതിരുന്നത്. അതിനകത്ത് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, കൃത്യമായൊരു മോണിറ്ററിങ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. കഴിഞ്ഞ 8 വർഷമായിട്ട് 16-ലാണ് ആദ്യത്തെ കെട്ടിടം കമ്മീഷൻ ചെയ്യുന്നത്. കഴിഞ്ഞ 8 വർഷമായിട്ട് അവർ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നില്ല. ഒരു സംരംഭകരെ, ലോകോത്തരായിട്ടുള്ള ഏതെങ്കിലും സംരംഭകരെ കൊണ്ടുവന്നു ഇവർ, അങ്ങനെയും വന്നിട്ടില്ല. എന്ന് മാത്രവുമല്ല, ഈ പറയുന്ന സ്മാർട്ട് സിറ്റി ആണല്ലോ നമ്മൾ വളരെ സാധ്യതയുള്ളൊരു കാര്യമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ഇവരുടെ ഈ പദ്ധതി ഇങ്ങനെ ലാഗ് ചെയ്ത് പോയത് വഴി കേരളത്തിൻ്റെ IT ഡെവലപ്മെൻറ്റ് ഒരു 5-10 വർഷം പുറകോട്ടടിക്കപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിലൊക്കെ നമുക്ക് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടെന്നേ. മാത്രമല്ല, ഈ 90,000 പേർക്ക് ജോലി കൊടുക്കുന്നില്ല എങ്കിൽ ആദ്യത്തെ എഗ്രിമെൻറ്റിൽ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, അത് പിന്നീട് എടുത്ത് കളഞ്ഞു. അതായത് നിങ്ങൾ ഒരാൾക്ക് ജോലി കൊടുക്കാൻ കുറഞ്ഞാൽ 6,000 രൂപ പെനാൽറ്റി അടിക്കും. അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ. അപ്പോൾ അതൊക്കെ മാറ്റിക്കൊണ്ടാണ് പിന്നെയും വിട്ടുവീഴ്ചകൾ ചെയ്ത് നമ്മളിത് ചെയ്തത്. എന്നിട്ടാണ് 8,000 പേർക്ക് ആകെ തൊഴിൽ കൊടുത്തത്. അതാണ് ഒരു 7 ലക്ഷം ചതുരശ്ര അടിയുടെ കെട്ടിടവും ഉണ്ടാക്കി വെച്ചത്. ഒരു 10-300 കോടി രൂപ അവർക്ക് റവന്യൂവും കിട്ടിയിട്ടുണ്ട്. കേരളത്തിന് ആകെപ്പാടെ കിട്ടിയത് 70 കോടി രൂപയാണ്. അതിൽ തന്നെ നല്ല നഷ്ടം കേരള ഗവൺമെൻറ്റിനും ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ സ്ഥലമൊക്കെ ഇരുത് കൊടുത്തതിനടക്കം. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് നഷ്ടമേ ഈ പരിപാടിക്ക് വന്നിട്ടുള്ളൂ. അപ്പോഴാണ് നമ്മൾ അങ്ങോട്ടേക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ പോകുന്നത്. അത് ശരിയല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ അങ്ങോട്ടേക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് മാത്രമല്ല, അവരിങ്ങോട്ടേക്ക് കോമ്പൻസേഷൻ തരേണ്ടതുണ്ട്. കാരണം കേരളത്തിൻ്റെ IT വികസനത്തെ പുറകോട്ടടിച്ചു. കേരളവുമായി ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെൻറ്റിൽ ഒരു വ്യവസ്ഥ പോലും പാലിച്ചിട്ടില്ല. ആ രീതിയിൽ ആ കരാറിനെ മൊത്തത്തിൽ അട്ടിമറിച്ച ഒരു കമ്പനിക്ക് ഇനി അങ്ങോട്ട് കോമ്പൻസേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ മര്യാദയുള്ളൊരു കാര്യമല്ല. അക്കാര്യത്തിൽ പ്രതിപക്ഷം ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്താണ് ഇതിനകത്ത് താല്പര്യം, എന്താണ് ഇതിനകത്ത് പണമിടപാട്? ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കാണ്ടിരിക്കുന്നേ ഉള്ളൂ ആർക്കാണിത് കൈമാറാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പുകൾക്കാണിത് കൈമാറാൻ പോകുന്നത്. അങ്ങനെയുള്ള വിവാദങ്ങൾക്ക് ഇനി തുടർന്ന് വരും, ഒരു സംശയം വേണ്ട. കാരണം നമുക്ക് ഈ പദ്ധതി ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല. അത്ര വലിയ പദ്ധതിയാണ്, അത് ആവശ്യമായ പദ്ധതിയുമാണ്. അപ്പോൾ അത് ഉപേക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ വിവാദങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വരും. പക്ഷേ ഇങ്ങനൊരു തീരുമാനം, ഞാൻ അതിൻ്റെ ഒരു രാഷ്ട്രീയം മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. നോക്കൂ, ഈ കരാറിനെതിരായിട്ട് നമ്മൾ ഇടതുപക്ഷം ശക്തമായ നിലപാടെടുത്ത് എന്തുകൊണ്ടാണ്? സംസ്ഥാനത്തിൻ്റെ പൈസ പോകാൻ പാടില്ല, സംസ്ഥാനത്തിന് സാമ്പത്തികമായ നഷ്ടം ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെതിരായിട്ട് സമരം ഉണ്ടായത്. പിന്നീട് വളരെ ശക്തമായി ആ പറയുന്ന വ്യവസ്ഥകൾ കൊണ്ടുവന്ന് സംസ്ഥാനത്തിന് നഷ്ടം സംഭവിക്കരുത് എന്നുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് LDF ഗവൺമെൻറ് അത് കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? സംസ്ഥാനത്തിൻ്റെ പണം നഷ്ടമാകാൻ പോകുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്തിൻ്റെ പണം നഷ്ടമാകാൻ പോകുന്നതിന് LDF കൂട്ടു നിൽക്കരുത്, ഇടതുപക്ഷം കൂട്ടു നിൽക്കരുത്, ഇടതുപക്ഷ സർക്കാരും കൂട്ടു നിൽക്കരുത്. അതുകൊണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും കരാറുകൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു, വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു, അച്ചീവ് ചെയ്തില്ല നമ്മളാ ഗോള്. അതുകൊണ്ട് കോമ്പൻസേഷൻ തരേണ്ടത് ടീകോമാണ്, സർക്കാരല്ല അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടത്. അത് സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയോട് ചെയ്യുന്ന അനീതിയായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. സർക്കാർ നഷ്ടം സഹിക്കണോ എന്നാണ് ചോദ്യം. സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ടീകോമിനെ ഒഴിവാക്കുന്ന ഒരു നയത്തിൻ്റെ പേരിൽ എന്നതാണ്. ഞാൻ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട്, സർക്കാർ തീർച്ചയായിട്ടും നഷ്ടം സഹിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഇതിനകം തന്നെ നമ്മുടെ സർക്കാർ മാത്രമല്ല, കേരള സംസ്ഥാനം ഈ സ്മാർട്ട് സിറ്റി പദ്ധതി കൊണ്ട് വലിയ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു നമുക്ക് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനൊരു കണക്ക് പറയാം. നമ്മുടെ ഇൻഫോ പാർക്ക് ഉണ്ടല്ലോ, നമ്മുടെ ഇൻഫോ പാർക്കിൻ്റെ മൊത്തത്തിലുള്ള അവിടുത്തെ കെട്ടിടങ്ങളുടെ വിസ്തൃതി എന്ന് പറയുന്നത് ഏകദേശം 9.2 മില്യൺ സ്ക്വയർ ഫീറ്റാണ്. എന്നാൽ അവിടെ 70,000-ഓളം ജീവനക്കാർ പണിയെടുക്കുന്നുണ്ട്. 70,000. അതെ, 582 കമ്പനികൾ നിലവിൽ ഇന്നത്തെ കണക്ക് പ്രകാരം നമ്മുടെ കൊച്ചിയിലെ ഇൻഫോ പാർക്കിലുണ്ട്. എന്ന് വെച്ചാൽ ഈ സ്മാർട്ട് സിറ്റിയുടെ തൊട്ടടുത്ത് അത്രയും സ്ഥല സൗകര്യങ്ങളൊന്നുമില്ലാതെ നിൽക്കുന്ന ഇൻഫോ പാർക്കിൽ 70,000 തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. IT തൊഴിലാളികൾ, 582 കമ്പനികളുമുണ്ട്. അതിന് തൊട്ടിപ്പുറത്താണ് 246 ഏക്കർ സ്ഥലം, കണ്ണായ പ്രദേശത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു ജനറൽ ഫ്രീ സോൺ എന്ന് തന്നെ നമുക്ക് പറയാവുന്ന രീതിയിൽ ഒരു എക്കണോമിക് സോണായി തന്നെ മാത്രം മാറ്റപ്പെട്ടിരിക്കുന്ന ഒരു മേഖല. SEZ, സ്പെഷ്യൽ എക്കണോമിക് സോണായി മാറ്റപ്പെട്ടിരിക്കുന്ന ഒരു മേഖല. അതിൽ തന്നെ IT-ക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായിട്ട് ഫ്രീ ഹോൾഡ് 12% മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കൽ കൊടുക്കാമെന്ന് ഉറപ്പോടുകൂടി ഒരു കമ്പനിയെ നമ്മൾ കൊണ്ടുവന്ന് ആ കമ്പനി ആ ഉറപ്പുകളെല്ലാം നമ്മുടെ കരാറിൽ എഴുതി വെച്ചതിനു ശേഷം 10-15 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ 90,000 വാഗ്ദാനം ചെയ്തെടുത്ത് 10,000 പോലും തികച്ചിട്ടില്ല. 8,000 മാത്രമാണ്. 88 ലക്ഷം ചതുരശ്ര അടിക്ക് പകരം 6 ലക്ഷം പോലും പൂർത്തിയാക്കാത്ത അവസ്ഥയുണ്ടാകുന്നു. ഇതാണ് ഈ നയത്തിൽ നിന്ന് പിന്മാറാൻ സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകം. അതുകൊണ്ട് ഇതിനകം തന്നെ നഷ്ടം സർക്കാരിന് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ സ്ഥലം ഇൻഫോ പാർക്കിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ധാരാളം കമ്പനികൾ അവിടെ വന്ന് പ്രവർത്തിക്കുമായിരുന്നു. ആ കമ്പനികളിൽ തന്നെ ധാരാളം തൊഴിലാളികൾ പണിയെടുക്കുമായിരുന്നു. വിവിധ കോർപ്പറേഷനുകളുടെ, വിവിധ കോർപ്പറേറ്റുകളുടെ, വിവിധ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളുടെ എല്ലാം ഫെസിലിറ്റേഷൻ സെൻറ്ററുകൾ കേരളത്തിൽ കൊച്ചിയിൽ വന്ന് പ്രവർത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഈ ദുബായ് ഹോൾഡിങ്ങിൻ്റെ കമ്പനിയായ ടീകോമിൻ്റെ
കെടുകാര്യസ്ഥത കാരണം, പിടിപ്പുകേട് കാരണം ആ സ്ഥലം അനാഥമായി കിടക്കുന്നൊരവസ്ഥയുണ്ടായത്. ഇൻഫോ പാർക്കിൻ്റെ വികസനം പോലും ആ അർത്ഥത്തിൽ മുടങ്ങിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ തീരുമാനത്തെ ഞാൻ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു. കാര്യം എത്രയും പെട്ടെന്ന് ടീകോമിനെ ഇതിൽ നിന്ന് ഒഴിവാക്കി ആ സ്ഥലം വികസനത്തിന് വേണ്ടി തിരിച്ചു കൊടുക്കുക. ഇനിയാണ് ചോദ്യമുണ്ടാവുന്നത്, സർക്കാർ നഷ്ടം ഈ വിഷയത്തിൽ സഹിക്കണോ എന്നുള്ളതാണ്. നഷ്ടം സഹിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. എന്തുകൊണ്ടെന്നാൽ ഈ കരാറിൽ തന്നെ പറയുന്നുണ്ട് നഷ്ടം സഹിക്കേണ്ടി വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം അതിൽ പലതും നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ പരിമിതമാണ്. ഒന്ന്, ഈ ടീകോം കമ്പനി സർക്കാരിന് തങ്ങൾ പിന്മാറുന്നു എന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്തതായിട്ട് നമ്മുടെ അറിവിലില്ല. പക്ഷേ സർക്കാർ നയപരമായൊരു തീരുമാനം എടുത്തു എന്നാണ് സർക്കാർ വൃത്തങ്ങളെ അന്വേഷിച്ചപ്പോൾ പറയുന്നത്. എന്തിനെന്ന് വെച്ചാൽ IT വികസനത്തിനു വേണ്ടി കൂടുതൽ സ്ഥലം ആവശ്യമായതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ലാൻഡ് പൂളിങ്ങിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ കൂടുതൽ IT ഡെവലപ്മെൻറ്റിനു വേണ്ടി ഈ സ്ഥലം വിനിയോഗിക്കാൻ തീരുമാനിച്ചു. അതിന് നോക്കിയ സമയത്ത് 10 വർഷത്തെ കരാർ ലംഘിച്ചിരിക്കുന്നു ടീകോം എന്ന് കണ്ടെത്തി. ലംഘിച്ചിരിക്കുന്നു പറയുമ്പോഴും വിത്തിൻ ക്ലോസ് ആണ്. കാര്യം അതിനിടയ്ക്കുള്ള ഈ കോവിഡ് പീരീഡ് തുടങ്ങിയ ഘടകങ്ങളുണ്ട്. അതെല്ലാം ഒരു കേസിൽ പോയി ലിറ്റിഗേഷനിലേക്ക് പോയാൽ കമ്പനിക്ക് അനുകൂലമാവുന്ന കേസുകളാണ്. കാരണം തങ്ങളുടേതല്ലാത്ത കാരണങ്ങളുടെ പേരിൽ നിക്ഷേപകർ വരാതിരുന്നാൽ ഈ കമ്പനി നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ടോ? കാര്യം ആഗോള IT നിക്ഷേപം ഇങ്ങോട്ട് ആകർഷിക്കാൻ കമ്പനിക്ക് കഴിയാതെ പോയതിന് പല കാരണങ്ങൾ വേണമെങ്കിൽ പറയാം. ഗ്ലോബൽ റിസഷൻ വേണമെങ്കിൽ പറയാം, ദുബായിയുടെ എക്കണോമിയിൽ ഉണ്ടായിരിക്കുന്ന റിസഷൻ വേണമെങ്കിൽ പറയാം. ഇതൊക്കെ കമ്പനിക്ക് ഒരു പക്ഷേ ലീഗൽ ലിറ്റിഗേഷനിലേക്ക് പോകുന്ന സമയത്ത് ഉന്നയിക്കാവുന്ന വിഷയങ്ങളാണ്. പക്ഷേ ഇപ്പോൾ സർക്കാർ അതുകൊണ്ട് എന്താ തീരുമാനിച്ചത്? സർക്കാരിന് മുമ്പിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, ഈ കമ്പനിയെ ഒഴിവാക്കണം. കമ്പനി സ്വയം ആവശ്യപ്പെട്ടിട്ടില്ല, ഒഴിഞ്ഞു പോകാൻ കമ്പനി ഇപ്പോഴും വില്ലിങ്നെസ് രേഖാമൂലം അറിയിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സബ്ജക്റ്റ് ടു കറക്ഷൻ. സർക്കാർ ആ വിവരം ഇതൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സർക്കാർ ഒഴിവാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ കരാർ പ്രകാരം സർക്കാരിന് ചില ബാധ്യതകളുണ്ട്, ചില കമ്മിറ്റ്മെൻറ്റുകളുണ്ട്. അത് സർക്കാർ പാലിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ അത് കോടതി കയറും. അതുകൊണ്ട് സർക്കാർ അഡ്വക്കേറ്റ് ജനറലുമായി ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആർബിട്രേഷൻ വേണോ ലിറ്റിഗേഷൻ വേണോ, ഈ ചോദ്യമാണ് മുൻപിലുള്ളത്. ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നിയമ സംവിധാനത്തിന് പുറത്തു വെച്ചുകൊണ്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേറ്ററെ വെച്ച് ഇരു കക്ഷികൾക്കും, അതായത് ഇതിനകത്ത് ആകെ എഗ്രിമെൻറ്റിലുള്ളത് 16% ഓഹരിയുള്ള കേരള ഗവൺമെൻറ്റും 84% ഓഹരിയുള്ള ടീകോം കമ്പനിയുമാണ്. ഈ 2 കമ്പനികളും കൂടിയിരുന്ന് ആലോചിച്ച് ടീകോം കമ്പനി ഒഴിവാക്കാൻ തീരുമാനിക്കുമ്പോൾ അവരതിന് എഗ്രി ആണെങ്കിൽ അവർക്ക് നിലവിൽ കേരള സർക്കാരിലേക്ക് കൊടുത്തിരിക്കുന്ന കുറച്ച് പണമുണ്ട്, 91,80,00,000 രൂപ. അത് 2011 2 പാട്ടക്കരാറിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ആ പണം എന്തായാലും തിരിച്ചു കൊടുക്കേണ്ടി വരും. കാര്യം ഇത് പാട്ടക്കരാറാണ്, ലീസ് എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് സൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന പണമാണ്. അതുകൂടാതെ 6 ലക്ഷം ചതുരശ്ര അടി കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി എത്ര പണം ചിലവാക്കി ആ പണം തിരിച്ചു കൊടുക്കേണ്ടി വരുമോ? ഈ 2 പ്രശ്നമേ മുൻപിലുള്ളൂ. അപ്പോൾ ഇതൊരു ആർബിട്രേഷൻ വഴിയാണ് സാധ്യമാക്കേണ്ടത് എന്നാണ് ഇപ്പോൾ സർക്കാരിന് കിട്ടിയിരിക്കുന്ന നിയമോപദേശം. ഇത് കേസിലേക്ക് പോയാൽ ഇത് അനന്തമായി നീളാൻ സാധ്യതയുണ്ടെന്നും പല കാരണങ്ങളുടെ പുറത്ത് വീണ്ടും ആ സ്ഥലം ഉപയോഗിക്കാൻ കഴിയാതെ വരും എന്നതുമാണ് സർക്കാരിന് കിട്ടിയിരിക്കുന്ന നിയമോപദേശം. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, സർക്കാർ അതിൻ്റെ പേരിൽ 1 പൈസ പോലും നഷ്ടം സഹിക്കാൻ പാടില്ല. കാരണം ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ദുബായ് ഹോൾഡിംഗ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം ദുബായ് ഹോൾഡിങ്ങിന് ഇത്തരത്തിലുള്ള IT ഡെവലപ്മെൻറ്റ് നടത്തിയുള്ള ഒരു പരിചയവുമില്ല. അവരൊരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ്. അവരതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇതൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന വണ്ണം ഫ്രീ ഹോൾഡിംഗ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പദ്ധതിയുമായിട്ട് വന്നത്. ഫ്രീ ഹോൾഡ് തരാൻ പറ്റില്ല എന്ന് അന്ന് പ്രതിപക്ഷം ശക്തമായിട്ട് പ്രതിഷേധം ഉയർത്തുമ്പോൾ വി എസ് അച്യുതാനന്ദൻ ഇതിനെ എതിർക്കുന്ന സമയത്ത് ഈ പദ്ധതി നടപ്പിലാകാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. ഒടുവിൽ 2007 ഈ ഫ്രെയിംവർക്ക് സൈൻ ചെയ്തെങ്കിലും ഫ്രീ ഹോൾഡിൻ്റെ പുറത്ത് 4 വർഷമാണ് ചർച്ച. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഫ്രീ ഹോൾഡിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഇത് IT ആണോ റിയൽ എസ്റ്റേറ്റ് ആണോ എന്നാണ് നമ്മൾ ചോദിച്ചത്. ആ ചോദ്യത്തിൻ്റെ ഭാഗമായി ഒടുവിൽ 2011 VS സർക്കാർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇത് ഫ്രീ ഹോൾഡിൻ്റെ കാര്യത്തിലുള്ള പിടിവാശി ഈ ടീകോം കമ്പനി ഉപേക്ഷിച്ചു. അങ്ങനെ ഫ്രീ ഹോൾഡ് എന്നുള്ളതൊരു മാസ്റ്റർ പ്ലാൻ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ 12% നിങ്ങൾക്ക് ഫ്രീ ഹോൾഡ് തരാം, ബാക്കി 88% പൈസ അടയ്ക്കണം എന്ന് തീരുമാനിച്ച് 88% പാട്ടത്തിന് കൊടുത്താണ് 91 കോടി രൂപ സർക്കാരിന് കിട്ടുന്നത്. അത് VS സർക്കാരിൻ്റെ കാലത്തെ വലിയ നേട്ടമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അതില്ലെന്ന് ഓർമ്മിക്കണം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഫ്രീ ഹോൾഡ് ഉണ്ട്. VSൻ്റെ കാലത്ത് വരുമ്പോഴാണ് ഫ്രീ ഹോൾഡ് ഒഴിവാക്കി 91 കോടി രൂപ അടപ്പിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നത്. VS സർക്കാരിൻ്റെ കാലത്താണ്. അതിൽ ജോസഫ് സി മാത്യുവിൻ്റെയൊക്കെ ഇടപെടൽ വളരെ സ്തുത്യർഹമാണ്. ഇന്ന് അദ്ദേഹം പല മാധ്യമങ്ങൾക്കും പല അഭിമുഖങ്ങളും കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്. ലിറ്റിഗേഷന് പോയി വർഷങ്ങളോളം ഈ കേസിൽ ദുബായ് ഹോൾഡിങ്ങിനെ
പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് 91 കോടി രൂപ എന്തായാലും കൊടുക്കേണ്ടി വരും. കാര്യം ഈ ചട്ടം വായിച്ചു നോക്കുമ്പോഴും ഇതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് എത്രയാണോ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുടക്കിയിരിക്കുന്നത് അതൊരു ഇൻഡിപെൻഡൻ്റ് ഇവാലുവേറ്ററെ കൊണ്ടുവന്ന് പരിശോധിച്ച് ആർബിട്രേഷൻ വഴി കൊടുക്കണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ 3 മാസം നോട്ടീസ്, പിന്നീട് 6 മാസം നോട്ടീസ്, അതിനുള്ള മറുപടിയിൽ ഈ ലിറ്റിഗേഷൻ ഒരടുത്ത് 5-10 വർഷം നീണ്ടിരിക്കണോ എന്നതാണ് ചോദ്യം. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു IT വികസനത്തിന് വേണ്ടി ഇത് ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ സർക്കാരിന് മുന്നിൽ ആർബിട്രേഷനാണ്. ആ ആർബിട്രേഷൻ വരുമ്പോഴും സർക്കാർ ഇനി ചെയ്യേണ്ടത് ഈ 91 കോടി നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കുക. അവരുടെ പണമൊന്നും നമുക്ക് ആ അർത്ഥത്തിൽ ആവശ്യമില്ല. പക്ഷേ അതേസമയം അവരുടെ പിടിപ്പുകേട് കൊണ്ട് ഇവിടെ കൂടുതൽ നിക്ഷേപകരെ കൊണ്ടുവരാൻ കഴിയാതെ പോയത്, ഇത് സ്മാർട്ട് സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയാതെ പോയത്, സംസ്ഥാന സർക്കാരിന് കേരളത്തിന് IT വികസനത്തിൻ്റെ ഹബ്ബായി മാറാൻ കഴിയുമായിരുന്ന 10 വർഷക്കാലം അവരുടെ പിടിപ്പുകേടിൽ നഷ്ടപ്പെട്ടത് എന്ന നിലയിൽ അവർ ഇവിടെ ചിലവാക്കിയ തുക തിരിച്ചു കൊടുക്കാതിരിക്കാനുള്ള ഒരു സന്മനസ് സർക്കാർ കാട്ടുക എന്നുള്ളതാണ്. അത് ചുരുങ്ങിയ പക്ഷം സ്മാർട്ട് സിറ്റിയോട് എന്ന പദ്ധതി സ്വപ്നം കാണുന്ന ചെറുപ്പക്കാരോട് കാണിക്കുന്നൊരു നീതിയായിരിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം അവർ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. കാര്യം അവരെ സംബന്ധിച്ച് ഒരു പോസിബിലിറ്റി അവിടെ കിടപ്പുണ്ട്, ലിറ്റിഗേഷൻ അവിടെ കിടപ്പുണ്ട്. പല കാരണങ്ങൾ പറഞ്ഞു വേണമെങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാം. പക്ഷേ നിലവിൽ ആർബിട്രേഷനാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന വഴി. അതുകൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെ ആയത്. സർക്കാർ, നമ്മുടെ മുന്നിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇത് വളരെ വേഗം ഇവരുടെ കയ്യിൽ നിന്ന് ഈ ഭൂമി ഏറ്റെടുത്ത് IT ഡെവലപ്മെൻറ്റിന് കൊടുക്കണോ, അതോ ഇത് വർഷങ്ങളോളം നീളുന്ന ഒരു കേസിൻ്റെ നൂലാമാലകളിലേക്ക് പോകേണ്ടതുണ്ടോ? അങ്ങനെ പോയാൽ പോലും നമുക്ക് അധികമായിട്ടുള്ളത് ഈ 6 ലക്ഷം ചതുരശ്ര അടിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ പണം തിരിച്ചു കൊടുക്കണോ വേണ്ടതില്ലേ എന്ന ചോദ്യമായിരിക്കും ഉണ്ടാവുക. പകരം എന്താ നമുക്ക് കിട്ടുന്നത്? കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന ഈ ഫ്രീ ഹോൾഡിൻ്റെ മുഴുവൻ അവകാശവും നമുക്ക് കിട്ടുന്നു. SPVയുടെ മുഴുവൻ അവകാശവും സംസ്ഥാന സർക്കാരിന് കിട്ടുന്നു എന്നുള്ളതാണ്. ഇതാണ് അതിലെ ഫാക്ച്വൽ പോയിന്റ്. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത്, ടീകോം വില്ലിങ്നെസ് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ആർബിട്രേഷന് പോകേണ്ട ആവശ്യമില്ല. ആർബിട്രേഷന് പോയി ഇമ്മീഡിയറ്റ്ലി നമുക്ക് സെറ്റിൽ ചെയ്യാം. ഇനി ടീകോം ഇനി ബില്ലിംഗ് അല്ല എന്നുണ്ടെങ്കിൽ, ടീകോം ബില്ലിംഗ് അല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാര്യം ടീകോം ബില്ലിംഗ് ആവുമ്പോഴാണല്ലോ ഈ ആർബിട്രേഷനെ കുറിച്ച് ചർച്ചകളുണ്ടാവും. മാത്രമല്ല ടീകോമിൻ്റെ ഒരു തീരുമാനം അവർക്ക് UAEയുടെ പുറത്തിന് ഒരു പദ്ധതി വേണ്ട. മാത്രമല്ല അവരുടെ സാമ്പത്തികാവസ്ഥ ആ അർത്ഥത്തിൽ വളരെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടാക്കാത്ത രീതിയിൽ ആർബിട്രേഷൻ ആണെങ്കിൽ ആർബിട്രേഷൻ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക. ലിറ്റിഗേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ രാഷ്ട്രീയമായിട്ടൊക്കെ പറയാം, അവരെ ഒരു പാഠം പഠിപ്പിക്കണം. അപ്പോൾ ദുബായ് ഹോൾഡിങ്ങിന് ഒരു പാഠം പഠിപ്പിച്ചുകൊണ്ട് കേരളത്തിന് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഇനി നമുക്ക് കാത്തിരിക്കാൻ കഴിയില്ല. പോയി ഇനി തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇതിങ്ങനെ ആയിരുന്നില്ല സർക്കാർ ചെയ്യേണ്ടിയിരുന്നത്. അവിടെ 10 വർഷം കഴിഞ്ഞ് മാത്രം പോയി 90,000 പേർക്ക് തൊഴിൽ കൊടുത്തോ എന്നല്ല സർക്കാർ നോക്കേണ്ടിയിരുന്നത്. ഓരോ വർഷവും ഇതിൻ്റെ മോണിറ്ററിംഗ് സർക്കാർ വിലയിരുത്തണമായിരുന്നു. പക്ഷേ അതൊന്നും ആ ഭാഗത്തുണ്ടായില്ല. അതിനുള്ളൊരു പോസിറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായില്ല. നേരത്തെ CP ജോൺ എന്നോട് പറയുകയായിരുന്നു, റിവേഴ്സ് ടെൻഡർ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് സർക്കാരിന് വേണമെങ്കിൽ 8-ാം വർഷമോ 7-ാം വർഷമോ ഒക്കെ ഇവരുടെ അടുത്ത് റിമൈൻഡർ കൊടുക്കാമായിരുന്നു. അതൊന്നും സർക്കാർ ചെയ്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ അത്ര വലിയ താല്പര്യമൊന്നും സർക്കാർ കാണിച്ചു എന്ന രീതിയിൽ ഞാനിതിനെ കാണുന്നുമില്ല. അതുകൊണ്ടാണ് ഇത് സർക്കാരിൻ്റെ വീഴ്ചയല്ലേ എന്ന പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം പ്രസക്തമാകുന്നതും. അതുകൊണ്ട് സർക്കാർ നഷ്ടം സഹിക്കണോ എന്ന ചോദ്യത്തിന് നഷ്ടം സഹിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് എൻ്റെയും നിലപാട്. സർക്കാർ സഹിക്കണോ നഷ്ടം എന്നാണ് ചോദ്യം. ടീകോം പിന്മാറുന്ന സാഹചര്യത്തിൽ സുജയ, സർക്കാർ നഷ്ടം സഹിക്കണമെന്ന് ഈ ഒരു നമ്മളെ ഭരിക്കുന്ന നമ്മുടെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഒരു നഷ്ടം സഹിക്കണമെന്ന് അതിൽ ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൽ താമസിക്കുന്ന ഒരാൾ ഒരിക്കലും പറയില്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം സർക്കാർ നഷ്ടം സഹിക്കേണ്ടതില്ല എന്നത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ 2 ചോദ്യങ്ങളാണ് പ്രധാനമായും ഡിസ്പ്യൂട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കരാർ വ്യവസ്ഥകൾ മറികടന്ന് ടീകോമിനെ സഹായിക്കാനുള്ള ഒരു നീക്കമാണോ സ്റ്റേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? സംസ്ഥാന സർക്കാരിന് അങ്ങനെ ഒരു ഗൂഢ ലക്ഷ്യമുണ്ടോ? ചിലരുടെയൊക്കെ ലക്ഷ്യം നടപ്പാക്കുകയാണോ? ആ ഒരു ചോദ്യം ഒരു ഭാഗത്ത് നടക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, ഇതൊരു വസ്തു കച്ചവടമാണോ, മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു നീക്കമാണോ? ഈ 2 കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ സർക്കാരും ടീകോമും തമ്മിൽ ഉള്ള കരാറിൻ്റെ വ്യവസ്ഥകൾ അതൊക്കെ നിങ്ങൾ വളരെ വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതിൽ നിന്ന് അടിസ്ഥാന വിഷയങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാനമായ കരാറിലെ വ്യവസ്ഥകൾ അതൊന്നും പ്രാവർത്തികമാക്കാൻ ടീകോമിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു വസ്തുതയാണ്. ഇവിടെ ഈ 246 ഏക്കർ ഭൂമി സർക്കാരിൻ്റെ കൈവശം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് IT മേഖലയുടെ വികസനത്തിന് തന്നെ അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണെങ്കിൽ അത് വളരെ നല്ലതാണ്. പക്ഷെ അതിനായി തന്നെ ഉപയോഗിക്കണം. അതല്ലാതെ മറ്റു കാര്യങ്ങൾക്കായി പോകാനാണോ ഈ കരാർ റദ്ദാക്കുന്നത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി വരുത്തേണ്ടത് സർക്കാർ തന്നെയാണ്. ഇവിടെ ഇൻഫോ പാർക്കിൻ്റെ, നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇൻഫോ പാർക്കിൻ്റെ തൊട്ടടുത്തുള്ള ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇപ്പോൾ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് ആയാലും കൊച്ചിയിലെ ഇൻഫോ പാർക്ക് ആയാലും അതിൽ കൂടുതൽ കമ്പനീസ് വർഷാവർഷം ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേർ IT അനുബന്ധ തൊഴിലുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സെൻട്രൽ ഗവൺമെൻറ് ആയാലും ഇലക്ട്രോണിക്സ് ആൻഡ് IT
ടി മിനിസ്ട്രിയുടെ കീഴിൽ കൂടുതൽ സംരംഭങ്ങളിലേക്ക്, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്സ് കൂടുതലായി വരുന്നു. അങ്ങനെ പല രീതിയിൽ ഐ ടി അനുബന്ധ വ്യവസായങ്ങൾ കൂടുതൽ കേരളത്തിൽ ഒരു ഫ്ലറിഷ് ചെയ്യുന്നതാണ് നമ്മൾ ഈ കഴിഞ്ഞ ഒരു പാസ്റ്റ് 5 years എടുത്ത് നോക്കിയാൽ മതി. അതിനിടയിലാണ് ഇങ്ങനെ ഒരു പദ്ധതി, അത് നമ്മുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ഒരു സ്റ്റാൻഡ് സ്റ്റിലിൽ നിൽക്കുന്നു എന്നുള്ളത് അത് ചിന്തിപ്പിക്കേണ്ട വിഷയം തന്നെയാണ്. അപ്പോൾ സർക്കാർ അടുത്തതായി എന്ത് ചെയ്യാൻ പോകുന്നു എന്നതുകൂടി മനസ്സിലാക്കിയിട്ട്, കാരണം അക്കാര്യത്തിൽ വലിയൊരു വിശദീകരണത്തിലേക്കൊന്നും പോയിട്ടില്ല. 246 ഏക്കർ ഭൂമി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഐ ടി വികസനത്തിന് ഈ ഭൂമി ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു പെരിഫറൽ സ്റ്റേറ്റ്മെന്റ് അല്ലാതെ എന്താണ് ചെയ്യാൻ പോകുന്നത്, വാട്ട് നെക്സ്റ്റ്? ഇപ്പോൾ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് ആണെങ്കിൽ phase 4 എത്തിയിരിക്കുന്നു. ഇവിടെ ഇൻഫോ പാർക്കിന്റെ വികസനത്തിന് അതെങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് മനസ്സിലുള്ള അടുത്ത പ്രോജക്റ്റ് എന്താണ്, അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് ഇതൊരു വിവാദ വിഷയമാക്കി മാറ്റാൻ കഴിയുന്നത്. നിങ്ങൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുബായ് ഹോൾഡിംഗിന്റെ ഉടമസ്ഥതയിലുള്ള ടീകോം ഇൻവെസ്റ്റ്മെന്റിന്റെ അനുബന്ധ സ്ഥാപനമായ സ്മാർട്ട് സിറ്റി FZ LLC, ഇത് അവർ തമ്മിലുള്ളതാണ് ഈ SCK എന്ന് പറയുന്നത്, സ്മാർട്ട് സിറ്റി ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് SCK. ഈ SCKയുടെ 2007 May 13 സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ഫ്രെയിംവർക്ക് എഗ്രിമെൻറ്റ്, അതേക്കുറിച്ചാണ് ഡോക്ടർ അരുൺ നേരത്തെ വിശദമായി തന്നെ പറഞ്ഞത്. അപ്പോൾ ഈ SCK പദ്ധതി നടപ്പാക്കുന്നതിനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ കരാറാണ്. ഈ കരാറുമായി ബന്ധപ്പെട്ടാണ് ഈ 2 പാട്ടക്കരാറുകളിലായി ഈ ഭൂമി അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ സർക്കാർ ചെയ്യുമ്പോൾ ഈ മാസ്റ്റർ പ്ലാൻ പൂർത്തിയാക്കിയതായി കണക്കാക്കുന്നതിന് ഈ നേരത്തെ ഉണ്ണി സാർ വളരെ വിശദമായി പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ ഇതിലേക്ക് പോകുന്നില്ല. 90,000 തൊഴിലവസരങ്ങൾ, അങ്ങനെ ആ കാര്യങ്ങളെല്ലാം, ആ പറഞ്ഞ ITES അനുബന്ധ സേവനങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള എത്ര ബിൽറ്റപ്പ് ഏരിയയാണ് ഉണ്ടാക്കേണ്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അതിനകത്ത് പ്രോപ്പർ ഡിസൈനാണ്, പ്രോപ്പർ മാസ്റ്റർ പ്ലാനാണ്. അപ്പോൾ അതിലെ കരാറിലേക്ക് നമുക്കൊന്ന് വരാം. കരാറിലേക്ക് നിങ്ങൾ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ കരാറിലെ ക്ലോസ് 5.4 അതെടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നേരത്തെ ഡോക്ടർ ആരും സൂചിപ്പിച്ചതുപോലെ ഫ്രീ ഹോൾഡാക്കി മാറ്റുന്നതിൽ അതിലെങ്ങനെയാണ് ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാരിന് ഫ്രീ ഹോൾഡാക്കി മാറ്റുന്നതിന് SCK പറഞ്ഞപ്പോൾ അതെങ്ങനെയാണ് ആ ലീസ് എഗ്രിമെൻറ്റ് വരുന്നത് എന്നുള്ളത് കൃത്യമായി അന്ന് തന്നെ പ്രോപ്പർ ഡിസൈനിലേക്ക് പോയതാണ്. ഈ പാട്ടാവകാശം ഫ്രീ ഹോൾഡാക്കി മാറ്റുന്നത് ഈ മാസ്റ്റർ പ്ലാൻ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. SCK ഇതിനിടയിൽ വേറൊരു കാര്യം കൂടി ചെയ്തു, അതാണ് ഞാൻ ആഡ് ഓൺ ചെയ്യണമെന്ന് പറഞ്ഞത്. 2013 SCK സ്റ്റേറ്റിനെ അറിയിച്ചു. 2013 എന്ന് പറയുമ്പോൾ 10 വർഷം മുൻപ് 2013 അവരറിയിച്ചത് ഞങ്ങൾ ഇത് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്, അതായത് മാസ്റ്റർ പ്ലാൻ ഞങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. പക്ഷേ അവിടെ ഈ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത്, അതുപോലെ 8.8 ദശലക്ഷം ചതുരശ്ര അടി, ഇതിൽ 70% ITESന് വേണ്ടി ആയിരിക്കണം, ബിൽറ്റ് ഓഫ് സ്പേസിൻ്റെ 70% ഇതിനു വേണ്ടി ആയിരിക്കണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കാരണവശാലും അവർക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഒരു 5 വർഷം കൂടി കൊടുത്താലും അവർക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഫാക്ട്. അപ്പോൾ ഈ ഒരു ഫ്രെയിംവർക്ക് കരാർ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ടീകോമിന് മുന്നിലുള്ള ഒരേ ഒരു സാധ്യത സംസ്ഥാന സർക്കാർ എന്താണോ പറയുന്നത് അതങ്ങ് ചെയ്തു കൊടുക്കുക. അതല്ലാതെ മറ്റൊരു ചോയ്സ് അവരുടെ മുന്നിലില്ല. കാരണം ഇത്രയും കാലം കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നെക്സ്റ്റ് ഒരു 5 years കൂടി, അതായത് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പ്രളയത്തിൻ്റെ ആയാലും കോവിഡിൻ്റെ ആയാലും അങ്ങനെയുള്ള ആ ഒരു ഗ്രേസ് പീരീഡ് അനുവദിച്ചാൽ പോലും അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇമ്പോസിബിൾ ആണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് ടീകോം കൂടി തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയിലേക്ക് ഈ വിഷയം വരികയും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ ഈ AGയുടെ അഭിപ്രായം തേടിയിരുന്നു. AGയുടെ അഭിപ്രായം തേടിക്കഴിഞ്ഞപ്പോഴേക്കും കൊടുത്ത നിയമോപദേശത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ചീഫ് സെക്രട്ടറി തലത്തിൽ ധനവകുപ്പ്, റവന്യൂ വകുപ്പ്, നിയമവകുപ്പ്, ഇലക്ട്രോണിക്സ് ആൻഡ് IT ഈ സെക്രട്ടറിമാരെല്ലാവരും ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കണം. എന്നിട്ട് ഇക്കാര്യത്തിൽ AGയുടെ കൂടി അഭിപ്രായം മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഒരു കമ്മിറ്റി ഇങ്ങനെ രൂപീകരിക്കുകയാണ്. ഈ സെക്രട്ടറിമാരെ എല്ലാം ചേർത്ത് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ്. അപ്പോൾ ആ കമ്മിറ്റിയുടെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നടക്കുന്ന യോഗത്തിലാണ് നിയമവകുപ്പിൻ്റെ അഭിപ്രായം അടക്കം തേടുന്നത്. അപ്പോൾ ഒരു വർഷമായിട്ട് ഇത് സർക്കാർ ഇക്കാര്യത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊടുന്നനെ എടുത്ത തീരുമാനം പ്രതിപക്ഷം പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. നേരത്തെ ഉണ്ണി സാർ പറഞ്ഞതുപോലെ ആ സംശയങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ഒരു വർഷമായി ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ എന്നാണ് ആ യോഗം ചേർന്നത്, ആ ഡീറ്റെയിൽസ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിയമവകുപ്പിൻ്റെ അഭിപ്രായം തേടുന്നതിനായി മുന്നോട്ട് വെച്ച പരിഗണനാ വിഷയങ്ങൾ, ഒന്ന് ഈ SCKയിൽ നിന്നുള്ള ടീകോമിൻ്റെ പിന്മാറ്റമാണ്. അതിൽ ടീകോമുമായിട്ടുള്ളൊരു ഫസ്റ്റ് കോൺവെർസേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നെ ഇത് ഒരു നയം വേണം, അതായത് ഒരു കരാറിലേക്ക് പോകുന്നതിന് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു പിന്മാറ്റ നയം വേണം. എങ്ങനെയാണ് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറേണ്ടത്, ആ പിന്മാറ്റ നയം രൂപീകരിക്കുന്നതിനായി ഈ സ്മാർട്ട് സിറ്റിയുടെ അധികൃതരുമായിട്ട് ചർച്ച നടത്തുന്നതിന് ഒരു സ്പെഷ്യൽ ഓഫീസർ, അങ്ങനെ പല കാര്യങ്ങളും ചർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ്. അല്ലാതെ പെട്ടെന്ന് ടീകോമുമായിട്ടുള്ള കരാറിൽ നിന്ന് പിൻവാങ്ങുന്നതെന്ന് ഇപ്പം നടാടെ വന്ന കാര്യമല്ല. കഴിഞ്ഞ ഒരു പാസ്റ്റ് 1 year അല്ലെങ്കിൽ ഒരു വർഷത്തിലധികം കാലമായി നടക്കുന്ന കമ്മിറ്റി രൂപീകരണം, അഡ്വക്കേറ്റ് ജനറലുടെ അഭിപ്രായം തേടൽ, അങ്ങനെ പല പല പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുപോലെയാണ് ഈ ടീകോമിന് കൊടുക്കേണ്ട നഷ്ടപരിഹാര തുക എത്രയാണ്, ആ നഷ്ടപരിഹാര തുക കണക്കാക്കുന്നതിന് അവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് അക്വയർ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് ബിൽറ്റപ്പ് ഏരിയ ആയിട്ടുള്ളത്, അതിൻ്റെയൊക്കെ ഒരു മൂല്യനിർണ്ണയം നടത്തുന്നതിന് വേണ്ടി ഈ ഓഹരിക്ക് പകരം ടീകോമിന്
ടീകോമിൻ്റെ ഓഹരിക്ക് പകരം കുടിശ്ശിക അത് കൊടുത്തു തീർക്കുന്നതിന് അതിനൊക്കെ ആയിട്ടുള്ള ഈ ധനകാര്യ ഇൻഫോ പാർക്കിനെ നിയമിക്കുന്നത്, ഇതൊക്കെയാണ് ഡിസ്കഷനിൽ വന്നിട്ടുള്ളത്. ഇനി ടീകോമുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് ഡോക്ടർ അരുൺ പറഞ്ഞ പോയിന്റ് അതാണ്, ടീകോമുമായി ചർച്ച ചെയ്തുകൊണ്ട് ഒരു പിന്മാറ്റ നയം രൂപീകരിക്കുക. ആർബിട്രേഷൻ എന്നതിനപ്പുറം ഒരു പിന്മാറ്റ നയരൂപീകരണത്തിലേക്കാണ് സർക്കാർ ഇനി പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അഡ്വക്കേറ്റ് ജനറൽ കൊടുത്ത നിയമോപദേശത്തിൽ അങ്ങനെ ഒരു നയരൂപീകരണത്തെക്കുറിച്ചാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നയം രൂപീകരിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് ഈ ടീകോമിൻ്റെ ഓഹരികൾ വാങ്ങാനും അതുപോലെ ഈ കരാർ ബാധ്യതയിൽ നിന്ന് അവരെ ഒഴിവാക്കാനും പറ്റും. അപ്പോൾ അതിലേക്ക് സർക്കാർ കടക്കുന്നു. അത് കഴിഞ്ഞ ജൂൺ മുതൽ നടക്കുന്ന പ്രോസസ്സിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേറ്റർ വന്നു കഴിഞ്ഞാലാണ് ഈ നഷ്ടപരിഹാര തുക കണക്കാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളിലൂടെ ടീകോമിനെ ഒഴിവാക്കുന്ന നടപടി, അതിലേക്കാണ് മന്ത്രിസഭായോഗം ഇപ്പോൾ തീരുമാനമെടുത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ തീരുമാനം ഇതിനകം തന്നെ എടുത്തു കഴിഞ്ഞ ഒരു കാര്യമാണ്. അതിനായുള്ള പ്രോസസ്സ് ഒരു വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇനി ഇവിടെ ഈ ലീസ് റദ്ദാക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ ലീസ് പ്രീമിയമാണ് 91.52 കോടി രൂപ എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് ചെലവഴിച്ച തുക കൂടി വരും. അതുകൂടി ചേർത്താണ് ഈ നഷ്ടപരിഹാര തുക കൊടുക്കേണ്ടത്. അപ്പോൾ അതെല്ലാം കൊടുക്കേണ്ടതാണ്. അതായത് കരാറിൽ അങ്ങനെ ഇല്ല എന്ന് ഉണ്ണിസർ പറഞ്ഞ പോലെ കരാർ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരാറിൽ പറയുന്ന ഭാഗം ഇതാണ്: ടു അബാൻഡൻ ദ പ്രോജക്ട് ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് സ്മാർട്ട് സിറ്റി ഇൻ വിച്ച് കേസ് ദ ടീകോം ഷാൽ അക്വയർ ദ എൻറ്റയർ ഷെയർ ഹോൾഡിംഗ് ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള ഇൻ ദ SPV അറ്റ് എ കൺസിഡറേഷൻ ആസ് ഫിക്സ്ഡ് ബൈ ആൻ ഇൻഡിപെൻഡന്റ് വാല്യൂർ. അങ്ങനെ ഓരോ ക്ലോസും എടുത്ത് പറയുന്നുണ്ട്. കരാറിന്റെ 19ാമത്തെ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതെ. അപ്പോൾ അതിനകത്ത് കൃത്യമായി എമൗണ്ടിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ പദ്ധതി വിജയകരമായിട്ട് പൂർത്തീകരിച്ചില്ല എങ്കിൽ ആ 3 ക്ലോസുകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടീകോമിന് നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന് ബാധ്യതയില്ല എന്നുള്ള ആ ഭാഗം പൂർണ്ണമായും എടുക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ 91 crores പ്ലസ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ചെലവഴിച്ച തുക അത് കൊടുത്തേ പറ്റുള്ളൂ. കാരണം അത് ചെയ്ത കാര്യമാണ്. ആ എമൗണ്ട് കൊടുക്കുന്നത്, അതിൻ്റെ സെറ്റിൽമെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത് ഈ പിന്മാറ്റ നയരൂപീകരണത്തിൻ്റെ വേളയിലാണ് അത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ ഈ ആർബിട്രേഷൻ നടപടികൾ ആർബിട്രേഷനിലേക്ക് പോകാനും ഈ കരാറിൽ തന്നെ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയറായി നമ്മുടെ മുന്നിലുണ്ട്. ഇനിയിപ്പോൾ ടീകോമിൻ്റെ ഭാഗത്തു നിന്ന് ഈ പിന്മാറ്റ നയവുമായി സംബന്ധിച്ച് ഇവരെത്തിയിരിക്കുന്ന ധാരണ എന്താണ്, അതാണ് ഇനി സ്റ്റേറ്റ് വ്യക്തമാക്കേണ്ടത്. അക്കാര്യത്തിലൊരു ക്ലാരിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷം ഈ ഉന്നയിക്കുന്നത് പോലെ പൊടുന്നനെ എടുത്ത ഒരു തീരുമാനം, എന്തിനാണ് പെട്ടെന്നൊരു പിന്മാറ്റം, വസ്തുക്കച്ചവടത്തിനാണോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകില്ല. സർക്കാർ ഒരു ക്ലാരിറ്റി വരുത്തണം. നഷ്ടം സർക്കാർ സഹിക്കുന്ന രീതിയിലല്ല മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ ഈ ഒരു പിന്മാറ്റ നയം രൂപീകരിച്ചാലും ഈ ചെലവാക്കിയ എമൗണ്ട് സ്പെൻഡ് എന്ന് പറയുന്നത് തിരിച്ചു കൊടുക്കാതെ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊരു വ്യക്തത വരുത്തുക, ക്ലാരിറ്റി കൊണ്ടുവരിക, സുതാര്യത വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നഷ്ടം സർക്കാർ സഹിക്കണോ എന്നതായിരുന്നു ചോദ്യം. 3 പേരുടെയും അഭിപ്രായം നഷ്ടം സർക്കാർ സഹിക്കേണ്ട എന്നു തന്നെയാണ്. Meet the editors.